ഹലോ, ജാസ്ലിമയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്കിന്ന് പീച്ചിങ്ങ പൊള്ളിച്ചതിൻ്റെ റെസിപ്പി കാണാം. ഞാനതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് അരമുറി മീഡിയം സൈസ് തേങ്ങയായിരുന്നു. അപ്പോൾ അതിൻ്റെ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്ന പൊടികൾ 1.5 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും പൊടികളാണ് എടുത്തിരിക്കുന്നത്. അതുകൂടാണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ ആ തേങ്ങാപ്പാലുമായിട്ട് മിക്സ് ചെയ്യിപ്പിക്കുക. ഇപ്പോൾ പൊടികളൊക്കെ കട്ടിയായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ഉടച്ച് നല്ല രീതിയിൽ ആ തേങ്ങാപ്പാലുമായിട്ട് ഇളക്കി കൊടുക്കുക. നിങ്ങൾക്ക് കുറച്ചുകൂടെ കളർ വേണം എന്നാണെങ്കിൽ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 2 പച്ചമുളകും പിന്നെ കുറച്ച് വേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ പീച്ചിങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം എന്ത് ചെയ്യാം, നല്ല രീതിയിൽ ഇളക്കി തേങ്ങാപ്പാലുമായിട്ട് മിക്സ് ചെയ്യിപ്പിക്കാം. ഇവിടെ ഞാൻ 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് എരിവ് കൂടുതലാണ് അല്ലെങ്കിൽ എരിവ് വേണ്ടെന്നാണെങ്കിൽ ആ പച്ചമുളക് എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് എരിവിന് വേണ്ടിയിട്ട് 2 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. അപ്പം നല്ല രീതിയിൽ ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി അതൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നേരം വേവിക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൂടി തുറന്നിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് അടച്ച് വെക്കുക. അടച്ച് വെച്ച് വീണ്ടും ഒരു 5 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ തേങ്ങാപ്പാൽ പറ്റി പീച്ചിങ്ങയും സവാളയൊക്കെ നല്ല രീതിയിൽ തേങ്ങാപ്പാലിൽ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഇത്തിരി നാടൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ 2-3 വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല നാടൻ സ്റ്റൈലിൽ പീച്ചിങ്ങ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ചാറ് വേണം എന്നാണെങ്കിൽ അധികം പൊള്ളിക്കാണ്ട് കുറച്ചൊരു ഇതിലെടുക്കാം. ഞാനിപ്പോൾ നല്ല രീതിയിൽ പൊള്ളിച്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂടുക.